നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. തോമസ് ഐസക്, വി മുരളീധരൻ, സി രവീന്ദ്രനാഥ്, എം കെ രാഘവൻ, വി വസീഫ്, കെ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ ADM സി പ്രേംജിക്ക് മുമ്പാകെയാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പത്രിക നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് മാറാൻ പോവുകയാണ്. രാജ്യവ്യാപകമായിട്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരു മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ലല്ലോ. എന്നാൽ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അവയെക്കുറിച്ച് പറയാനുണ്ട്. 2, എന്ത് ചെയ്യും, കൃത്യമായൊരു പരിപാടിയുണ്ട്. അത് ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്യാത്തവർക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് രണ്ടും തന്നെയാണ് മുഖ്യമായിട്ടുള്ള പ്രചരണത്തിന്. ചാലക്കുടി LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് എറണാകുളം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃക്കാക്കര CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കും മന്ത്രി P രാജീവിനുമൊപ്പമാണ് സി രവീന്ദ്രനാഥ് എത്തിയത്. മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി വി വസീഫും കോഴിക്കോട് UDF സ്ഥാനാർത്ഥി M K രാഘവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 4 അസംബ്ലിയിൽ പൂർണ്ണമായി കഴിഞ്ഞു. 3 എണ്ണം ബാക്കിയുണ്ട്. ഏപ്രിൽ 2-ന് മുമ്പ് ഞങ്ങൾ അത് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പിന്നെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്. അത് 3-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 3 ഘട്ടങ്ങളിലാണ് പര്യടന പരിപാടി. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും എറണാകുളം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.